അലീനയ്ക്ക് അറിയാം ഏതൊക്കെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന്. നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. ഒരു കണക്കിന് ശരിയാ, എന്നാലും അറിയാനൊരു ക്യൂരിയോസിറ്റി. സ്റ്റാൻലിയും കുറച്ചു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കമാൻഡർ ഇൻ ചീഫ് എന്ന മട്ടിലാണ് അയാളുടെ ജീവിതം. അയാൾ പടിപടിയായിട്ട് ഇറങ്ങി താഴെ വരും. അലീന അതെല്ലാം പഠിപ്പിച്ചോളൂ. അങ്കിളിന് അലീനെ വിട്ടിട്ട് പോരുമ്പോ ഒന്നും തോന്നിയില്ലേ? എന്റെ 3 പടിയാ നഷ്ടപ്പെട്ടത്. അവളെ കടപ്പാട്ടുണ്ടായിരുന്നപ്പോ ജീവിതത്തിന്റെ ഭംഗിയുണ്ടായിരുന്നടാ. അവളായിരുന്നു എന്റെ ബലം, എന്റെ ആയുധം. സത്യം പറഞ്ഞ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല അവന്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമല്ലേ, ഒരാളാണ് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളൂ. എന്നാലും എല്ലാരും വീടൊഴിഞ്ഞു പോയ പോലെ ഒരു ശൂന്യത. ഞാൻ എന്തായാലും ഇന്ന് ആ വീട്ടിലേക്ക് വരുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഹോട്ടലിലെ റൂം എടുത്ത് താമസിക്കാൻ പോവാ. അലീനെ അവിടെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ ഓടിപ്പോകുന്നത് ശരിയല്ലല്ലോ. ചുറ്റും ആളുകളൊക്കെ ഉണ്ട്, എന്നാലും അവൾ തനിച്ചല്ലേ. മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. ഒന്നും കാണിക്കാതെ മനസ്സിലടക്കി വെച്ചിരിക്കുക. രാത്രി ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണം. ഞാൻ നാളെ തിരിച്ചു വരൂടാ. ശരി ഞങ്ങളെ, ഞാനൊക്കെ വിളിച്ചോളാം. ആ ശരിടാ. എന്തൊരു ജീവിതമായത്. അമ്മ എന്നാ അച്ഛൻ്റെ മുറിയിൽ?
ഞാൻ എന്റെ ഭർത്താവിന്റെ റൂമിൽ കയറിയ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അമ്മയെ റൂമിൽ കയറാറില്ലല്ലോ. അച്ഛന്റെ പെർമിഷനും ഇല്ല. ഇതൊരുമാതിരി കള്ളത്തരം കാണിക്കുന്ന പോലെ തോന്നി. എനിക്ക് കള്ളത്തരം? നിന്റെ അച്ഛൻ എന്തൊക്കെ കള്ളത്തരം ചതിയും കാണിച്ചാലും അതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ ആർക്കും. ഞാൻ ഈ റൂമിലൊന്ന് കയറിയപ്പോ കള്ളത്തരം. എന്നാ രോഹി സംഭവം? എന്നാ പ്രശ്നം? എന്നാ ആന്റി എന്താ ഈ റൂമില്? ഇത് അങ്ങളുടെ റൂമല്ലേ? ഇതെന്റെ ഭർത്താവിന്റെ മുറിയാ. ചേടാ, ഇത് കൊള്ളാലോ. ഞാൻ ആരെയൊക്കെ ബോധിപ്പിക്കണം? ഞാൻ നോക്കിയപ്പോ മോനേട്ടാ, അമ്മ ഒരുമാതിരി കള്ളന്മാരെ പോലെ പമ്മി പമ്മി നടന്ന് ഓരോന്ന് തപ്പി നോക്കുന്നു. രോഹി, മര്യാദയ്ക്ക് സംസാരിച്ചോണം നീ. അമ്മ കള്ളത്തരം കാണിച്ചെന്നല്ല, എനിക്ക് അങ്ങനെ തോന്നിയെന്നാ പറഞ്ഞത്. ഇതിനു വേണ്ടിയാ ഞാൻ ഇവിടെ കയറി വന്നേ. ആ മറ്റവക്ക് എന്നെ ഒക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയണമായിരുന്നു. ഊരും പേരും ഇല്ലാത്ത ഏതോ ഒരുത്തിക്ക് വേണ്ടി നിന്റെ അച്ഛൻ എന്തിനീ പൈസ ചെലവാക്കി, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ അത് അന്വേഷിക്കാനുള്ള തെളിവ് ശേഖരണമായിരുന്നല്ലോ ഇപ്പൊ നടത്തിയ ഈ സെർച്ച്. ഇത് ഭയങ്കര ചീപ്പായി പോയെന്നെ. നിന്റെ അഭിപ്രായം ആര് ചോദിച്ചു? എനിക്ക് എന്റെ മക്കളുടെയും ഭർത്താവിന്റെ അഭിപ്രായം മാത്രം മതി. അവൻ്റെ ഇഷ്ടം. ഞാനിന്ന് ശരിയാക്കി തരാം. ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഇതാണ് അപ്സ്റ്റെയറിലെ ലിവിംഗ് റൂം. അവിടെ 2 ബെഡ്റൂം ഉണ്ട്. ആ കാണുന്ന വാതിലാണ് അതിലൊരെണ്ണം. എല്ലാം താഴത്തെ പോലെ തന്നെ വലിയ ബെഡ്റൂം ആണോ? എല്ലാം വലുതാ. അതിലൊന്നും ആരും താമസിക്കുന്നില്ലല്ലോ. ആര് താമസിക്കാൻ? എല്ലാം അടച്ചിട്ടേക്ക. ഇത് ബാക്ക് സൈഡ് ബാൽക്കണിക്കുള്ള പാസേജ്. എന്തിനാ ഇത്രയും വലിയ വീട്? വാസ്തവത്തില് ഇതൊക്കെ ആർക്കും ഉപകാരപ്പെടാതെ കിടക്കുകയല്ലേ? വലിയ ബംഗ്ലാവുകളെല്ലാം അങ്ങനെയല്ലേ, വെറുതെ അടഞ്ഞടക്കും. ലക്ഷക്കണക്കിന് രൂപ വെറുതെ പാഴാക്കി ഇട്ടേക്കുവാ. ഇതൊക്കെ എല്ലാം കുറെ കാലം കഴിയുമ്പോ ഇടിച്ചു കളഞ്ഞ് വേറൊരാള് പുതുക്കി പണി. അത് ശരിയാ. ചെറിയ വീടുകളിലാ ശരിക്കും മനുഷ്യരും ജീവിതവും ഉള്ളത്. ഇനി ചുറ്റുപാടുകളൊക്കെ കാണണ്ടേ? ഗാർഡൻ, കുളം, പുരയിടം. കാണണം. വാ. ഇതാണ് ഔട്ട് ഹൗസ്. പിന്നെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള മുറികൾ ആ കാണുന്നത്. കുളന്തേ അവിടെയാ. സ്വിമ്മിംഗ് പൂളല്ല കേട്ടോ. പ്ലാന്റർ ആണെന്ന് പറഞ്ഞല്ലോ. തോട്ടം എവിടെയാ?
റബ്ബർ എസ്റ്റേറ്റ് ആണോ? അതിവിടെ നിന്ന് കുറച്ച് പോണം. വലിയ റബ്ബർ തോട്ടോ. ഇവിടെ എല്ലാം കൂടി 3-3.5 ഏക്കറേ ഉള്ളൂ. റബ്ബർ തോട്ട് എത്രയാ? അത് 100-150 ഏക്കർ വരും. അവിടെ പോണെങ്കിലേ കിണർ സാബ് ഉണ്ടോ? ഒരാൾക്ക് താമസിക്കാൻ വേണ്ടിയാ ഈ വലിയ ബംഗ്ലാവല്ലേ? വലിയ മനുഷ്യനല്ലേ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. 12.5 പവന്റെ സ്വർണം, 17,000 രൂപയുടെ ഡ്രസ്സ്. നോക്ക്. ഞങ്ങൾക്ക് ഒരു സംശയമില്ല. സംശയമൊന്നും ഇല്ലല്ലോ. അവൾക്ക് ബാലേന്ദ്രൻ കൊടുത്തു തന്നെയല്ലേ? അതന്നെ ഞങ്ങളെ കാണിച്ചിട്ട് അച്ഛൻ കൊടുത്തത്. ഞങ്ങളുടെ മുന്നിൽ വെച്ചാ കൊടുത്തത്. അമ്മയുടെ വിചാരം ഇതെല്ലാം അച്ഛൻ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചെന്നാണോ? അമ്മേ, ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊടുത്ത് ഞങ്ങളെ അലീന ചേച്ചി ഒരുക്കി വിട്ടത്. രോഹി, ഈ വീട്ടിൽ അടുക്കള ജോലിക്ക് നിൽക്കുന്ന ഒരു പെണ്ണിന് കൊടുത്തു വിട്ടതാണ് ഇത്രയും സ്വർണവും ഡ്രസ്സും. ഇത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. 12.5 പവൻ എടുത്തപ്പോ ഒരു 2.5 പവനും കൂടി ചേർത്ത് 15 പവനായിട്ട് കൊടുക്കണേ. എടാ, ഇത് വെറുതെ കിട്ടുന്നതല്ല, നമ്മുടെ പൈസയാ. 15 ലക്ഷം രൂപയെന്ന് പറഞ്ഞാലേ നിസ്സാര കാര്യമാണോ? മനു, നിനക്കെന്തെങ്കിലും പറയണ്ടോ? കല്യാണം കഴിപ്പിച്ച് വിടണ്ടായിരുന്നു. അന്തസ്സായിട്ട് കല്യാണം കഴിപ്പിച്ച് അയക്കണമെങ്കിൽ നമ്മൾ ഒരു 50-51 പവനെല്ലാം കൊടുക്കേണ്ടവരല്ലേ? എനിക്ക് 101 പവൻ വേണം. ആ, ബബിതയ്ക്ക് കൊടുക്കുന്ന അത്രയും കൃഷ്ണമോൾക്കും കൊടുക്കണ്ടേ? അങ്ങനെ നോക്കുമ്പോ ഇത് കുറഞ്ഞു പോയില്ല ആന്റി. എന്റെ മക്കൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. കാരണം അവരെന്റെ മക്കളാ. അതുപോലാണോ എങ്ങാണ്ടെന്ന് വന്ന ഒരു അലവലാതി പെണ്ണ്? ഷേ, അങ്ങനെ പറയാതെ. ആന്റിയുടെ മോളാന്നങ്ങ് വിചാരിക്കും. അതിന്റെ ആവശ്യം എന്നതാ മനു? അങ്ങനെ വിചാരിക്കാൻ ലോകത്ത് ഒരുപാട് പെൺപിള്ളേരുണ്ട്. അവർക്കെല്ലാം അങ്ങ് വാരിക്കോരി കൊടുക്കണം. ഇതിപ്പോ അലീന ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഓർത്തിട്ടെ അങ്ങൊരു സന്മനസ് കാണിച്ച. എന്ത് സേവനം ചെയ്തു അവള്? സേവനം ചെയ്ത കുഞ്ഞുമോക്ക് കൊടുത്തോ? ഇല്ല. അതിനു മുമ്പ് നിന്ന് ലീലയ്ക്ക് കൊടുത്തോ? ഇല്ല. അതിനു മുമ്പ് ജോലിക്ക് നിന്ന് ജാനമിക്ക് കൊടുത്തോ? കൊടുത്തില്ല. ഇവക്ക് മാത്രം കുടഞ്ഞിട്ട് കൊടുക്കാൻ അവളെ എന്നാ സേവനോ ചെയ്തേ? അതാ എനിക്കറിയണ്ടേ. അങ്കിളിന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചില്ലേ? ആംബുലൻസ് വന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. ഈ രോഹിത്തിനെതിരെ പോലീസിൽ പീഡന കേസിനെതിരെ പരാതി കൊടുക്കാതെ അവനെ രക്ഷിച്ചില്ലേ? വയറ്റില് കത്രിക കുത്തിക്കയറ്റാൻ അവളോട് ആര് പറഞ്ഞു? ഇവന്റെ റൂമിലോട്ട് അവൾ എന്നാത്തിനാ കയറി ചെന്നേ? അതെല്ലാം പോട്ടെ, രോഹിയേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്ങനെ? ആര് കാരണമാ? രോഹി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആ പെണ്ണ് കോടതി പറഞ്ഞതുകൊണ്ട്. സത്യമല്ലേ അവള് പറഞ്ഞു? അതൊക്കെ എങ്ങനെയാ അലീനയുടെ മഹിമയാവുന്നേ? അമ്മ ഇങ്ങനെ ചളി പറഞ്ഞ് അമ്മയുടെ വില പിന്നെയും കുറച്ച് കളയല്ലേ പ്ലീസ്. എന്റെ വില കുറയ്ക്കാൻ ഒരുത്തനും നോക്കണ്ട. കുറയത്തില്ല. ഞാനാ എന്റെ വില നിശ്ചയിക്കുന്നേ. ഭയങ്കര വിലയാ. എന്താടി പുച്ഛം? ഈ 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ ഡ്രസ്സും അവക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ ബാലേന്ദ്രനും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്കാർക്കും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. എനിക്ക് മനസ്സിലാവും. ഞാനൊരു പെണ്ണാ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇത് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. ആന്റി ചോദിക്ക്, കിട്ടുന്നൊക്കെ മേടിക്ക്. 15 ലക്ഷം രൂപ ഒരു അവളുടെ തൊലി വെളുപ്പിന് കൊടുത്ത വില. രോഹി, നിങ്ങൾ സംസാരിക്കും, ഞാൻ പോവും. എനിക്കൊന്നും കെട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അമ്മ അച്ഛനുമായിട്ട് ഒത്തുപോകാൻ ഉദ്ദേശിച്ചിട്ടല്ലേ തിരിച്ചു വന്നേക്കുന്നേ? ഒത്തു പോകണമെങ്കിൽ ഇതിനൊക്കെ എനിക്ക് മറുപടി കിട്ടണം. കൃഷ്ണോളെ, ബാബി, ഞാൻ വിട്ടേക്കോണേ. കാണാം.
ഹലോ, ആരാണെന്ന് മനസ്സിലായോ? ആ എനിക്ക് മനസ്സിലായി, രോഹിതേട്ടൻ. സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എന്റെ നമ്പർ? സത്യമായിട്ടും ഇല്ല, പക്ഷെ സ്വരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഓ, നീ അവിടെ എന്നാ ചെയ്യുവാ? ഞാനിവിടെ വീടിന്റെ ഫ്രണ്ടിൽ നിക്കുവാ. വീടിന് കണ്ണു കിട്ടാതിരിക്കാനാണോ? ദേ രോഹിതേട്ടാ, വേണ്ട വേണ്ട കേട്ടോ, ഞാനും വല്ലതൊക്കെ പറയുവേ. എടി, ഞാൻ നിന്നെ വിളിച്ചതേ ഒരു സങ്കട വർത്താനം പറയാൻ വേണ്ടിയാ. അയ്യോ വേണ്ട, സങ്കടമൊന്നും എനിക്ക് കേൾക്കണ്ട. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നീ തന്നെ ഈ ജോലി എന്നെ ഏൽപ്പിച്ചത്. ഉം. അലീന ചേച്ചിയുടെ കാര്യമാണോ? അതെ. പോയോ? പോയി. അലീന ചേച്ചി പോകുമ്പം ആ വിവരം നിന്നെ വിളിച്ചറിയിക്കണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അയ്യോ, അലീന ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. പോകുന്നു പറഞ്ഞില്ലായിരുന്നോ? എന്നാലും പോകാൻ നേരത്ത് യാത്ര പറയണ്ടേ? അലീന ചേച്ചി അച്ഛനും കൂടെ ആ വഴി വരാനിരുന്നതാ. ഇവിടുന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി പോയി. ചുമ്മാ പറയല്ലേ. വെറുതെ പറഞ്ഞല്ല. ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ അലീന ചേച്ചി നല്ല ടെൻഷനിലായിരുന്നു. പുതിയ സ്ഥലത്ത് ചെന്നിട്ട് നിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത്. ഇതുവരെ ചെന്നില്ലേ? അറിഞ്ഞൂടാ. അച്ഛൻ ഇതുവരെ വിളിച്ചില്ല, ചേച്ചിയും വിളിച്ചില്ല. അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ? വേണ്ട, പുതിയ വീട്ടിലേക്ക് ചെന്നാലേ ഉള്ളൂ. ഡിസ്റ്റർബ് ചെയ്യണ്ട. ചേച്ചി പോയതില് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമമില്ലേ? സ്വരത്തിൽ ഒരു സങ്കടവും കാണുന്നില്ലല്ലോ. സ്വരത്തിനകത്ത് സങ്കടം കാണാൻ പറ്റുന്ന എങ്ങനെയാ? അതും ഫോണിലൂടെ. ഒന്ന് പോ രോഹിതേട്ടാ. അലീന ചേച്ചി പോയതില് അവിടെ എല്ലാവർക്കും സന്തോഷമാണോ? ഇവിടെ എല്ലാരും സങ്കടപ്പെട്ടിരിക്കുക. ഞാനേ ഉള്ളൂ ഇത്രയെങ്കിലും നോർമലായിട്ട്. വൈജയന്തിമാല തിരിച്ചെത്തിയോ? അമ്മ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഓ, രോഹിതേട്ടന്റെ അമ്മയാണല്ലോ അല്ലേ? ഞാനിപ്പോ മറന്നേനെ. അമ്മയ്ക്കിപ്പൊ നല്ല സന്തോഷായി കാണുമല്ലോ. അമ്മയുടെ സാമ്രാജ്യം അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയല്ലോ. അതിന്റെ ഹാങ് ഓവറിലാ. രോഹിതേട്ടന് അലീന ചേച്ചി പോയതില് വിഷമമൊന്നുമില്ലേ? ഞാൻ എന്റെ വിഷമങ്ങള് ആരെയും കാണിക്കാറുമില്ല, ആരോടും പറയാറുമില്ല. എന്നോട് പറഞ്ഞു, ഞാൻ ആരോടും പറയത്തില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരോട് മാത്രമേ മനസ്സ് തുറന്ന് കാണിക്കാൻ പാടുള്ളൂ. എന്നെ വിശ്വസിക്കാം. അലീന ചേച്ചിക്ക് പോലും എന്നെ വിശ്വാസമാ. രോഹിതേട്ടൻ അറിയാത്ത പല രഹസ്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവളാ ഞാൻ. എന്ത് രഹസ്യം? ആരുടെ രഹസ്യം? രോഹിതേട്ടന്റെ വീടിനെയും വീട്ടുകാരെയും ചുറ്റിപ്പറ്റി പല രഹസ്യങ്ങളും ഉണ്ട്. ചുമ്മാ തള്ളാതെ ഒരെണ്ണം പറയടി, മാരംകുത്തി. അങ്ങനെ ഇപ്പം പറയുന്നില്ല. എനിക്കൊരു പണിയുണ്ട്. ഫോൺ വെച്ചിട്ട് പൊയ്ക്കോ, ഞാൻ കട്ട് ചെയ്യുവാണേ. ഹായ് ചേട്ടാ. അയ്യോ, എന്തു പറ്റി കുഞ്ഞെ? എന്തെങ്കിലും വേണമായിരുന്നോ? ഏയ് വേണ്ട, ഞാൻ ചുമ്മാ വന്നതേ ഉള്ളൂ. എല്ലായിടവും കണ്ടു വന്നപ്പോ അടുക്കളയും കൂടി കയറി കാണാൻ വന്നതാ. ആണോ? ഞാനോർത്തു എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വേണമായിരിക്കുന്നു. സാധാരണ അടുക്കളോട്ട് ആരും വരാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൗലോസേ എന്നൊരു നീട്ടി വിളി വിളിക്കും. ആണോ? എന്നാലും അധികം വിളി വരാറില്ല. ഇവിടെ എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്, ഒരു സമയക്രമമൊക്കെ ഉണ്ട്. ആ സമയത്തിന് കാര്യങ്ങൾ ശരിയാക്കാണ്ട് വെച്ചാൽ മതി. അപ്പോ ആരെങ്കിലും പുതിയതായിട്ട് വന്നാലോ? ഈ ഗസ്റ്റ് ആരെങ്കിലും? അങ്ങനെ ഗസ്റ്റുകൾ ആരൊന്നും വരാറില്ലെന്നേ. കുറെ കാലങ്ങൾക്ക് ശേഷം പുതിയതായിട്ട് വന്ന് കുഞ്ഞ.
ആരെങ്കിലും വന്നാൽ കേണൽ സാബ് നേരത്തെ പറയും. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് സമയത്തിന് ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്തില്ലേ പ്രശ്നമാണ്. ഭയങ്കര കർശനക്കാരനാണോ കേണൽ സാർ? കുഞ്ഞ് ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ പാലായിലൊരു വീട്ടിലായിരുന്നു. അവിടെയാണോ സ്വന്തം സ്ഥലം? സ്വന്തം സ്ഥലം എന്ന് പറയാൻ പറ്റുന്നത് സ്നേഹനികേതനം എന്ന് പറയുന്ന ഒരു ഓർഫനേജാ. അവിടെയാ ഞാൻ വളർന്നതൊക്കെ. ഈ പറഞ്ഞ ഓർഫനേജ് പാലായിലാണോ? അല്ല, തിരുവനന്തപുരത്താ. അപ്പൊ പാലായിൽ എന്തായിരുന്നു? അവിടെ ഒരു വീട്ടിലായിരുന്നു ജോലി. അപ്പൊ കുഞ്ഞിന് കൂടെ വന്നാരാ? അതോ, അതെന്റെ അച്ഛനാ. അച്ഛനോ?